ഇന്നലെയാണ് ഞാൻ പ്രണവ് മോഹൻലാലിന്റെ ഡൈസീരിയോ ഡിയോസീരിയോ മൂവി കാണുന്നത്. പടത്തിന്റെ പേരെന്നെ പറയാൻ പറ്റുന്നില്ല. നല്ലൊരു ഹൊറർ മൂവിയാണ്. അവസാനം വരെ നമ്മളെ ആകാംക്ഷയോടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു മൂവിയാണ്. ഇത് പടത്തിന്റെ ഒരു സ്പോയിലർ വീഡിയോ ആണ്. പടം കാണാത്ത ആൾക്കാർ ഈ വീഡിയോ കാണുന്നത്. പടം കണ്ടിറങ്ങിയ എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ ആണ്, എന്തിനാണ് കനീന്റെ ബ്രദറിനെ ആത്മാവ് അറ്റാക്ക് ചെയ്യുന്നതെന്ന്. ഫിലിം കഴിഞ്ഞ സമയത്ത് എനിക്കും തോന്നിയായിരുന്നു. പിന്നെ കുറച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഉത്തരം കിട്ടിയത്. കാരണം പടത്തിൽ എൻ്റെ രണ്ട് ആത്മാക്കളുണ്ട്. ഒന്ന് കനീന്റെ ആത്മാവും ഫിലിപ്പിന്റെ ആത്മാവും. ഫസ്റ്റ് പ്രണവിന്റെ അടുത്ത് വരുന്നതും പ്രണവിന്റെ അടുത്ത് ഇരിക്കുന്നതും പ്രണവിന് തലോടുന്നതും കനീന്റെ ആത്മാവാണ്. കാരണം ആ പടത്തിൽ തന്നെ പ്രണവ് മൊബൈൽ നോക്കുന്ന സമയത്ത് കനിയും അവനും സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് സമയങ്ങൾ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുന്ന സമയത്ത് 16 അടിയന്തരം കഴിയുന്ന സമയത്താണ് ചില ആത്മാക്കൾ ഇവിടെ വിട്ടു പോവാന്ന് പറയുന്നുണ്ട്. ആ കനീന്റെ ആത്മാവ് പോണ സമയത്ത് പ്രണവിന്റെ വീട്ടിന്റെ കർട്ടൻ മൂവ് ഓൺ ചെയ്യുന്നത്. അതായത് കനി താൽക്കാലികമായി അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്തതെന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ എന്തിനാണ് കനീന്റെ ബ്രദറിനെ അറ്റാക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിപ്പ് 16 അടിയന്തരം കഴിയുന്നത് വരെ കനി ആ പ്രദേശത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം കനീന്റെ ബ്രദറാണ് പൂജ ചെയ്യുന്നതും കർമ്മങ്ങൾ ചെയ്യുന്നതും കനീനെ താൽക്കാലികമായി പറഞ്ഞയക്കുന്നു. ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് കനീന്റെ ബ്രദറിനെ അറ്റാക്ക് ചെയ്തത്. പിന്നെ ആ പടത്തില് ഫസ്റ്റ് കാണിക്കുന്നതും ലാസ്റ്റ് കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് പ്രണവിന്റെ ബെഡിന് മേലെ വന്നിരിക്കുന്ന സീൻ എന്ന് പറയുന്നത് അത് രണ്ടും ഒരേ ആത്മാക്കളാണ്. ഈ പടം കണ്ട സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഇത് ഞാൻ പറഞ്ഞത്. ഇത് ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. പക്ഷെ പടം എന്ന് പറയുന്നത് കുറെ കാലത്തിന് ശേഷം നമ്മളെ പേടിപ്പിക്കുന്ന നല്ലൊരു മൂവിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരു തവണയും കൂടി പോയി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. 5 ഒരു 4.5 നമുക്ക് എന്തായാലും മാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പടം തന്നെയാണത്.